ഞങ്ങൾ ഇപ്പോഴും എന്റെ ബുക്കിലുണ്ട്, SLC ബുക്കിൽ മുക്കുക, മത്സ്യത്തൊഴിലാളി മുക്കുക എന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ അത് മാറ്റിക്കളഞ്ഞു, LC ആക്കി. അത് വീണ്ടും ഈ സമൂഹത്തിന് വീണ്ടും വരണമെങ്കിൽ അത് ഒന്നുകൂടെ ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടി ഭരിക്കുന്ന പാർട്ടി വീണ്ടും പുനഃപരിശോധിക്കുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. സമരം ചെയ്ത സമരത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മള് പാവങ്ങളുടെ പാർട്ടിയാണെന്ന് സഖാബ് ഇവിടെ സൂചിപ്പിച്ചു. അതിൽ 100% ശരിയെന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ പ്രാദേശികമായിട്ടും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അത് SFI എന്ന രീതിയിലും DYF എന്ന രീതിയിലും CPIM പാർട്ടി എന്ന രീതിയിലും. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമാകാതെ വരുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് ഈ ഒരു തലമുറയിൽ. അത് എന്താണെന്ന് ഞങ്ങൾ എത്ര ചിന്തിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ഏത് വിഷയങ്ങളിലും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അതിന് ഒരു മറുപടി കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ സഖാവ് ഞങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു പുതിയ അറിവായിരിക്കും. പല കാരണമുണ്ട് കേട്ടോ. മോഡി വന്നിട്ട് ഈ കയ്യടിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മോഡി ധരിച്ചു അവരുടെ പെൻഷൻ അവര് കൊടുത്താൽ അവർക്ക് വലിയ അംഗീകാരം കിട്ടുമെന്ന്. അതുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങളുടെ 1600 കൊടുക്കണ്ട, ഞങ്ങൾ 300 രൂപ ഞങ്ങളുടെതല്ലേ, ഞങ്ങൾ കൊടുത്തോളാം. എത്ര പേർക്ക്? 6 ലക്ഷം പേർ. എന്ത് ചെയ്യാം, നമ്മുടെ ചേർത്തി അതിൽ പെട്ടുപോയി കേന്ദ്രത്തിന്റെ വകുപ്പില്. അപ്പൊ നമ്മൾ 1300 കൊടുക്കും, കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ 300 വരും. ഈ അരൂപി എപ്പോഴാ വരണമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നമ്മളുണ്ടല്ല ഈ സമ്മേളനം കഴിഞ്ഞ നല്ല സ്റ്റൈലെന്നൊരു സമരം ഞങ്ങൾക്ക് ഇത് ഒരുമിച്ച് കിട്ടണം. കേന്ദ്രത്തിന് പണം ഞങ്ങൾക്ക് നേരിട്ട് വേണ്ട, സർക്കാരിന് കൊടുത്തോ, നല്ല സർക്കാരാ, കക്കത്തില്ല, തരും. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമ്പോ ഞങ്ങളുടെ പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞ് സമരത്തിന് വന്നാൽ ചേർത്തി വരുന്നുണ്ടാ പോയി എവിടെ അത് കൈമുഖിക്കുക കാണട്ടെ. നമുക്കൊന്ന് ഇറങ്ങാന്ന്, നമുക്കത് സമരത്തിനൊക്കാന്ന്. കേരളത്തിലെ 62 ലക്ഷം പേര് പെൻഷൻ മേടിക്കുന്നുണ്ട്. അവരെല്ലാം കൂടി ഇറങ്ങി നിന്നൊന്ന് വർത്താനം പറയോ? ഈ കേന്ദ്രം മുട്ടുകുത്തും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണ്. പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി കാര്യം. ഈ പാവങ്ങളിൽ ഏറ്റവും പാവങ്ങളാണ് നമ്മുടെ തീരദേശത്തുള്ളവർ, ഏറ്റവും പാവപ്പെട്ടത്. പല കാരണങ്ങൾ കൊണ്ടായിട്ട് അങ്ങനെ ആയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റു സമുദായങ്ങളിലൊക്കെ പോലെ വിദ്യാഭ്യാസം നമ്മൾ നേടിയിട്ടില്ല. അതുകൊണ്ടാ നിങ്ങളെ നോക്കിക്കേ, പണ്ട് ചെത്താൻ പോയവർ ഇപ്പോഴും ചെത്താനാണ് പോണേ, നെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോഴും നെയ്യാനാണോ പോണേ, തൂമ്പപ്പണിക്കാരന്റെ മക്കളൊക്കെ ഇപ്പോഴും തൂമ്പപ്പണിക്കാണോ പോണേ. പക്ഷെ മത്സ്യത്തൊഴിലാളിയുടെ മക്കളൊക്കെ മത്സ്യം. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പിള്ളേര് പഠിക്കണം. പഠിച്ച് മറ്റുള്ളവരെ പോലെ മിടുക്കന്മാരായിട്ട് നല്ല ഉദ്യോഗങ്ങളൊക്കെ മേടിക്കണമെന്ന്. ഇപ്പൊ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മേഴ്സിക്കുട്ടിയമ്മയാണ് മന്ത്രി. അവർക്കിതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അവര് വന്നൊരു കാര്യം പറഞ്ഞു, മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യം, വിദ്യാഭ്യാസ ആനുകൂല്യം എല്ലാം കൊടുക്കണം. സ്റ്റൈപ്പൻഡ്, അത് ഇത് അവർക്ക് കിട്ടുന്ന ഇവിടെ കൊടുക്കും. സമ്മതിച്ചു. പട്ടികജാതി കുട്ടികൾക്ക് ഡോക്ടർ പഠിക്കാൻ, എഞ്ചിനീയർ പഠിക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ പഠനത്തിൽ പോയാല് കാശ് സർക്കാരെ കൊടുക്കണേ. മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് ഇപ്പൊ അതാണ്. ഓരോ വർഷവും ഒരു 50-60 ഡോക്ടർമാരും 200-300 എഞ്ചിനീയർമാരും കുട്ടികൾ പഠിക്കാൻ പോയിട്ടോ. അവരൊക്കെ പഠിച്ച് പുറത്തോട്ട് വരട്ടെ. സമുദായം എങ്ങനെ മാറണമെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഞാനങ്ങ് ആലപ്പുഴ
MLA ആയിരുന്നു 20 വർഷം. അപ്പൊ എനിക്കൊരു ഹോബി ഉണ്ടായി. പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് SLC പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോ all A+ കിട്ടിയ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ പോകും. അവരെ വിളിച്ചിട്ട് ഒരു ഹാളിൽ വെച്ചല്ല, അവരുടെ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു പുസ്തകം സമ്മാനം കൊടുത്തു. അപ്പൊ ചിലപ്പോ 4-5 മാസം എടുക്കട്ടെ തീരാനായിട്ട്, എല്ലാവരുടെയും വീട്ടിൽ പോണ്ടേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതെന്താ, മാരായക്കുളത്തെ 25% വോട്ടർമാരും മത്സ്യത്തൊഴിലാളികളാ, ഉൾനാടനും സമുദ്രവും. പക്ഷെ അവിടെ വീട്ടിൽ ഞാൻ പോകാറില്ല. 4 വീട് 5 വീട് ഉള്ളൊക്കെ 100 കുട്ടികളില് 25% പേര് അവരെയാണ്. എന്തു പറ്റി? ഓ, തമ്പുരാൻ മത്സ്യത്തൊഴിലാളിയാണ്, കുറച്ച് ബുദ്ധി മതി എന്ന് പറഞ്ഞ് കുറച്ചു കൊടുത്തിട്ടാ അല്ലെന്ന്. ഏത് മനുഷ്യക്കുഞ്ഞിനും ഉണ്ടല്ലോ അങ്ങനെ തിരിവൊന്നുമില്ല. പ്രദേശം നോക്കിയോ ജാതി നോക്കിയൊക്കെ ബുദ്ധിയുടെ കാര്യത്തില് പ്രകൃതി അതിലൊക്കെ നിഷ്പക്ഷനാ. പിന്നെന്തുകൊണ്ടാ all A+ കിട്ടാത്തത്? നിങ്ങളുടെ കെട്ടിടങ്ങൾ പോലെയല്ല കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കെട്ടിടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കുവൈറ്റിലൊക്കെ പോയിട്ട് പടവ് കൊണ്ടുവന്നല്ലോ, അവിടെ തന്നെ. ഞാൻ കുവൈറ്റിൽ നിന്ന് പാലായനം ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ കേസ് സെന്റർ വെച്ച് കണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ ഇവിടെയുള്ള ജാസാന്റെ പേര് പറഞ്ഞു ക്ഷമിക്കാം, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളവിടെ വന്നതിന്, കണ്ടതും വർത്താനം പറഞ്ഞു. ഞാനെന്നൊരു സർവേ നടത്തുന്നുണ്ടായിരുന്നു കുവൈറ്റിൽ നിന്ന് ഓടിപ്പോന്നുള്ള നഷ്ടപരിഹാരത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് മെമ്മോറിനെ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇദ്ദേഹത്തെയാണ് എന്റെ സഹായിയായിട്ടൊക്കെ വിളിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല വീടുകളൊക്കെ അവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടത്തെ പണ്ടത്തെ വീടാ, 20 വർഷം മുമ്പ് 30 വർഷം മുമ്പുള്ള വീടാ അവിടുത്തെ വീടുകള്. ഇപ്പൊ കൊടുത്ത സർക്കാർ കൊടുത്ത വീട് എങ്ങനെയാ? ഒരു സ്വീകരണ മുറി, അവിടെ TV, പിന്നെ അപ്പം കുറച്ച് വൈകുന്നേരം പിന്നെ നാളെയാണ് ഞാൻ KMA കൊച്ചിരുന്നല്ലോ പഠിക്കാൻ പറ്റും. പിന്നെ all A+ കിട്ടുന്ന എങ്ങനെയാ? അപ്പൊ തീർന്നു. ശരി, വീട്ടിൽ പഠിക്കാൻ സൗകര്യമില്ലാത്തവരൊക്കെ വൈകുന്നേരം ലൈബ്രറി വന്നു. 12 ലൈബ്രറിയില് ഹോള് പണിത് കമ്പ്യൂട്ടറൊക്കെ വെച്ച് കൊടുത്ത് കുട്ടികൾ വൈകുന്നേരം വന്ന് പഠിക്കുമ്പോ കുടുംബശ്രീക്കാര് ഒരു ചായ കൊടുക്കും. 8 മണിക്ക് വീട്ടിൽ കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന പിള്ളേരോട് പഠിക്കാൻ വന്നതൊന്നും കാര്യമില്ല, ഈ കതിരിമ്മ വിളമ്പച്ചിട്ട് എന്താ കാര്യമുള്ളേ പറഞ്ഞ് 7ാം ക്ലാസ്സിൽ ചേർത്തോ ഞങ്ങള് ഇവിടെ 10 എത്തുമ്പോ അവര് all A+ ആക്കാം. ക്ലാസ്സിൽ പഠിപ്പിക്കല് മാത്രമല്ല കേട്ടാ, എന്റെ മന്ത്രി വീട്ടിൽ അവരൊന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കൊണ്ട് നേവൽ ബേസിൽ പോവും, ഫിഷറീസ് യൂണിവേഴ്സിറ്റി പോവും. എന്തിനാ? നമ്മുടെ കടപ്പുറത്തിന്റെ അപ്പുറത്തുള്ള വലിയ ലോകത്തെ കുട്ടികൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ട്, നമ്മളെ കുറിച്ച് പഠിക്കുന്നവര്. ഇങ്ങനത്തെയൊക്കെയാണ് കപ്പലിലെ കാര്യം. അവരുടെ കാഴ്ചപ്പാട് വികസിക്കേണ്ട. ഞാൻ ഒരൊറ്റ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അവിടെ നിന്ന് MLA പിരിയുന്ന വർഷമാണ് 7ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത പിള്ളേര് ആദ്യമായിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതണേ. 25 all A+ ഉണ്ടായിട്ടോ ആ തീരദേശത്ത്. അങ്ങനെയാണ് നമ്മള് മുന്നോട്ട് പോണത്. ഇനിയിപ്പോ അവർക്ക് തൊഴിൽ കൊടുക്കണം, അതിന് പരിപാടി. ഞങ്ങളുടെ അവിടെ ജോയ് സെബാസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ടുണ്ട്, വലിയൊരു സുഹൃത്തുണ്ട്, മത്സ്യത്തൊഴിലാളി വീട്ടിലെ ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്. അപ്പൊ ഈ ജോയ് സെബാസ്റ്റ്യൻ TK കോളേജിലാണ് പഠിച്ചിരുന്നേ. പഠിക്കണ സമയത്താണ് അയാളുടെ ചേട്ടൻ മരിച്ചുപോയി. പഠിത്തം തുടരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഹോസ്റ്റലിലെ പിള്ളേരെല്ലാവരും സഹായിച്ചാണ് പഠിച്ചത്. അവിടുത്തെ ഒരു പള്ളിയിലെ ഒരു കന്യാസ്ത്രീയും വലിയ സഹായം ചെയ്ത് പഠിച്ചു. ഇപ്പൊ പയ്യന എന്താണെന്നറിയാമോ? ഇപ്പൊ അവന്റെ കമ്പനിക്ക് 400 കോടി രൂപ വിലയിട്ടിടുന്നുണ്ട്. എങ്ങനെ ഇത്രയും വില വന്നത്? ബുദ്ധിയായി മൂള. പൂത്ത പണം വേണ്ട,
ഇന്ത്യ സർക്കാർ പറഞ്ഞ് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് മീറ്റിംഗ് നടത്താൻ, വീഡിയോ കോൺഫറൻസ് നടത്താൻ, കടത്തുമ്പോൾ വേറെ ആരും കേൾക്കാൻ പാടില്ല, ആർക്കും ഇടപെടാൻ പാടില്ല. ഈ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നാലും അതിന്റെ സന്ദേശം എല്ലാം കൃത്യമായിട്ട് കിട്ടണം. അതിനൊരു ചലഞ്ച് വെച്ചു, മത്സരം. നമ്മുടെ ജോയ് സെബാസ്റ്റ്യൻ ഉണ്ടല്ലോ, മത്സ്യത്തൊഴിലാളി വീട്ടിലെ കുട്ടി, അവനൊന്നുണ്ടാക്കി. അവന് സമ്മാനം 2 കോടി രൂപ. ആ 2 കോടിയല്ല, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വീഡിയോ കോൺഫറൻസിംഗ് എന്ന് മനസ്സിലായതോടുകൂടി എല്ലാവരും മേടിക്കുന്നത്. നമ്മുടെ ഹൈക്കോടതി ഉപയോഗിക്കുന്നതാണ്, കേരള സർക്കാർ ഉപയോഗിക്കുന്നതാണ്. നോക്കിക്കേ. ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? 2028 ആകുമ്പോ 2000 കോടി രൂപയുടെ ഒരു കമ്പനിയാക്കണം. അങ്ങനെ കേട്ടാ മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്ന് നമ്മുടെ ആൾക്കാർ ഉയർന്നത്. പഠിക്കണം. ആ പഠിക്കാൻ എന്താ ചെയ്തേ? നമ്മുടെ ചങ്ങാതി പഠിത്തമില്ലെന്നൊക്കെ പറഞ്ഞല്ലോ, പഠിക്കാൻ സൗകര്യമില്ലെന്ന്. ആൾ പോയി കളഞ്ഞ, ചോദ്യം കഴിഞ്ഞ ആള് പോയി കളഞ്ഞ്, ഫ്രണ്ടിലിരുന്നാള്. ഞാനതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശരി ശരി. ചങ്ങാതി, ഞാൻ പഠിക്കണ കാലത്ത് എന്റെ MA കഴിഞ്ഞ്, MPhilഉം കഴിഞ്ഞ്, PhDയും കഴിഞ്ഞിട്ടാണ് ഒരു കമ്പ്യൂട്ടറുമ്പോ തൊട്ടത്. ഇവിടെ കോളേജിൽ വെച്ചിട്ട് ആരെങ്കിലും പഠിച്ച കാലത്ത് തൊട്ടിട്ടുണ്ടോ? ഇനി കമ്പ്യൂട്ടറിന്റെ കാലമാണ്. അതറിയാത്തവനെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് ഇത് അറിയാൻ, പഠിക്കണം. എന്താ ചെയ്തേ? ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണെന്ന് സർവ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടർ ഉണ്ട്. ഇനി അങ്ങനെ കമ്പ്യൂട്ടർ വെക്കാൻ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ സ്കൂളിൽ നിന്ന് അടച്ചുറപ്പില്ല, കമ്പ്യൂട്ടർ ആരും എടുത്തുകൊണ്ട് പോവില്ലേ? 1ഉം 2ഉം അല്ല കേട്ടോ, 2000 കോടി രൂപയുടെ കെട്ടിടം പണത്. പിള്ളേര് നന്നായിട്ടിരുന്ന് പഠിക്കട്ടെ സർക്കാർ സ്കൂളിൽ. പക്ഷെ നമ്മുടെ പള്ളി സ്കൂളിൽ ഉണ്ടല്ലോ ഇപ്പൊ കമ്പ്യൂട്ടർ. സർക്കാർ കൊടുത്താ, ഫ്രീ കൊടുത്തതാ. സർക്കാർ സ്കൂളല്ലെങ്കിലേ അവിടെ പഠിക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയല്ലേ, അവൻ പഠിക്കേണ്ടത്. അപ്പോഴാണ് ഒരാൾ പറയണത്, ക്ലാസ്സിൽ കമ്പ്യൂട്ടർ വെച്ചാ പഠിക്കണേ, വീട്ടിലതിന് സൗകര്യമില്ല. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷെ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലേ ക്ലാസ് പാടമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ വഴി? ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കണ പോലെ വീട്ടിലിരുന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കാൻ. അപ്പോഴാ തീരുമാനിച്ചത് K-ഫോൺ. നമ്മുടെ എല്ലാ പഞ്ചായത്ത് ഓഫീസിലേക്കും കമ്പി വലിച്ചിട്ട്, കമ്പിയല്ലട്ടാ ഫൈബർ വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ? നമ്മുടെ കേബിൾ ടെലിവിഷന്റെ വലിക്കുന്നില്ലേ, അതിനോടൊപ്പം വീടുകളിലേക്ക് കൊടുക്കാൻ പോയാ പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ഇന്റർനെറ്റ്. ഈ ലോകത്തുണ്ടല്ലോ, ലോകത്ത് ഇന്റർനെറ്റ് ഒരു കുട്ടിയുടെ അവകാശം എന്ന് പറയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോ ലണ്ടനിൽ നിന്ന് BBC എന്നെ വിളിച്ചു, ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യമായിട്ട് BBC ചർച്ചയ്ക്ക് വിളിക്കുന്നു. എന്തൊരു പ്രശ്നം ഇല്ല, ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച. എനിക്ക് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അല്ലല്ല, ലേബർ പാർട്ടി തോറ്റുപോയി. ലേബർ പാർട്ടി പറഞ്ഞു ഇന്റർനെറ്റ് ജനങ്ങളുടെ അവകാശമാക്കും ഞങ്ങൾ ജയിച്ചാൽ. ആരോ BBC വിളിച്ചു പറഞ്ഞു, ഈ കേരളത്തിൽ ഇവിടുത്തെ ധനമന്ത്രി ഇന്റർനെറ്റ് K-ഫോൺ എല്ലാ വീട്ടിലും കൊടുക്കാൻ പോണു, പാവപ്പെട്ടവരുടെ അവകാശമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ വിളിക്കരുത്, എങ്ങനെ ഈ പണി നിങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇതാണ് കേട്ടോ. നോക്കിക്കേ, ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട് ഇതുപോലെ? പാവങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, എന്നാലേ നമ്മൾക്ക് അവർക്ക് പോകാൻ പറ്റൂ.
നല്ല ആരോഗ്യ സൗകര്യം. നേരത്തെ കാലത്ത് മാത്രമല്ലേ ഒ പി ഉള്ളൂ, ഇപ്പൊ വൈകുന്നേരം ഒ പി ആയില്ലേ. എത്ര ഡോക്ടർമാരെ വെക്കണം, നഴ്സുമാരെ വെക്കണം കൂടുതലായിട്ട്. കാലത്തിൽ കൊച്ചിന് അസുഖം വരും, നമുക്ക് മീൻ വെക്കാൻ പോണതിനിടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വേണ്ട വൈകുന്നേരം പോയാൽ മതി. ഇതാണ് പാവങ്ങൾക്കുള്ളൊരു കരുതല്. പാവങ്ങളുടെ പാർട്ടിയാണ് ചെങ്കൊടി പാർട്ടി എന്ന് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പട്ടികജാതിക്കാരെ പോലെ എല്ലാ സൗകര്യങ്ങളും സ്റ്റൈഫൻഡ് ഉൾപ്പെടെ ഉണ്ടെന്ന്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ സ്റ്റൈഫൻഡ് കിട്ടിയത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് തേർഡ് ഇയർ കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് സ്റ്റൈഫൻഡ് കിട്ടിയത്. ഞങ്ങൾക്ക് അന്നത്തെ അവസരത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അതാത് വർഷം സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല. പട്ടികജാതി അപ്പൊ ഡിഫറൻസ് 2 വർഷം ആകുകയാണ്. ഞങ്ങൾക്ക് അതുപോലെ സമരം ഉണ്ടെങ്കിൽ 5 വർഷം ആക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തേത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാശ് അങ്ങ് പോയാ. ഹലോ സഹോദരിക്ക് വന്ന് ഇടയ്ക്ക് പോണോ? ഇവിടെ ഇരിക്കി. അപ്പൊ നമ്മൾ പ്രഖ്യാപിച്ചു പട്ടികജാതിക്കാരുടെ എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഉണ്ടാവുമെന്ന്. അപ്പോ സ്റ്റൈപ്പൻഡ് ഉണ്ട് അവർക്ക്, ഇവിടെയും വെച്ച് സ്റ്റൈപ്പൻഡ്. പക്ഷെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് സർക്കാരിന് വന്നപ്പോ ഇതൊക്കെ കുടിശ്ശേരി. ഇതുകൊണ്ടാണ് പട്ടികജാതിക്കാരുടെ കാര്യമോ അവർക്കും കുറച്ചൊക്കെ കുടിശ്ശികയെങ്കിലും അത് മുഴുവൻ കൊടുത്തു. കാരണം അവർക്ക് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിരിക്കുകയാണ്. SCP ഫണ്ട് എന്നും പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് അതല്ലാതെ വേറൊന്നിനും ആ പണം ചെലവഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും മത്സ്യത്തൊഴിലാളിക്കില്ല. പൊതുവായിട്ടുള്ള ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അവിടെ പൈസക്ക് വലിയ ബുദ്ധിമുട്ട് വന്നപ്പോ ഇത് കുടിശ്ശികയായി. എന്നാലും തന്നട്ടാ വൈകിയാണെങ്കിൽ. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് പഠിക്കണ കാലത്ത് കിട്ടാനുള്ള സഹായമല്ലേ, അത് പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്തിനെന്നുള്ളതാണ് ചോദ്യം. വളരെ കറക്റ്റ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഏത് ഇങ്ങനെയുള്ളെല്ലാം കൊടുത്തിട്ട് ബാക്കി കാര്യം മതി. ഇനി വേറെ എന്തൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഈ ചോദിച്ച പോലെ ഉഷാറായിട്ട് അങ്ങ് ചോദിക്കുന്നു നമ്മൾ. അതിനൊന്നും നമുക്ക് പ്രയാസമില്ല. ചോദിച്ചിട്ടാണോ തന്നത്? അല്ലല്ലോ. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടാ, അതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലിന് പുറത്ത് നല്ല തൊഴിലുകൾ മേടിച്ചു മാറാന്നുള്ളതാണ്. നമ്മുടെ തന്നെ ഈ പ്രദേശം ഇത്രയും നന്നായത് എങ്ങനെയാ ഗൾഫിലൊക്കെ പോയി വേറെ പണി ചെയ്യാൻ പോയപ്പോഴല്ലോ. അപ്പോ അതിനുവേണ്ടി വിദ്യാഭ്യാസം. രണ്ടാമത്തെ ചോദ്യം സ്വപ്പം വ്യത്യസ്തമാണ്. വിദ്യാഭ്യാസ ആനുകൂല്യമല്ല, സംവരണത്തിന്റെ വർഷങ്ങളാണ്. അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിദ്യാഭ്യാസ ആനുകൂല്യമാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അത് പണ്ടത്തെ പോലെ കിടക്കുകയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ലത്തീൻ കത്തോലിക്കരുടെ സംവരണം കൂട്ടിയിട്ടോ? ആ ഇല്ലേ? മത്സ്യത്തൊഴിലാളികളുടെ സുഹൃത്തെ സഹോദരി ഒരു ഫോണിൽ നിങ്ങൾ പറയണം. PSC റാങ്ക് ലിസ്റ്റില് 100 വേക്കൻസി വരുമ്പോൾ 4 മാത്രമാണ് LCക്ക് കൊടുക്കാറുള്ളത്. അപ്പോ അതിലെ സംവരണം കൂട്ടാൻ താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് എന്റെ ചോദ്യം. റിസർവേഷൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടി തരണം. അപ്പോഴേ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പുറത്തോട്ട് വരികയല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും കടലിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ എന്നാൽ ഞങ്ങൾ അങ്ങനെ പോവില്ല. അതിലേറെ കാര്യം ഇപ്പോഴത്തെ തലമുറ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗുഡ്. നോക്കൂ, അത് നമുക്ക് സംവരണത്തിലെ ഒരാളുടെ കൂട്ടുമ്പോ വേറൊരാളുടെ കുറയും. ഇത് 10% നമ്മുടെ പിന്നോക്ക വിഭാഗത്തിന് എനിക്ക് കൃത്യം കണക്കറിഞ്ഞുകൂടാ. പക്ഷെ
നമ്മുടെ നാടാർ വിഭാഗം ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് വരുന്ന ഒരു ഒന്നാണിത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളുടെ കൂട്ടുമ്പോൾ മറ്റൊരാൾക്ക് കുറയും, അല്ലെങ്കിൽ മൊത്തം അത് വർദ്ധിപ്പിക്കണം. അപ്പൊ അതിന് വരുന്നത് ലാറ്റിൻ കാതലിക് എന്ന് പറയുമ്പോ ഈ ലാറ്റിൻ കാതലിക് വിഭാഗത്തില് നമ്മൾ മീൻ പിടിക്കുന്ന ആളുകൾ മാത്രമല്ല, അതിനകത്ത് നിങ്ങളെല്ലാം നമ്മൾ ചില സമരങ്ങളും മറ്റും ചെയ്ത് ഓർക്കുന്നുണ്ടാവും. ഈ പള്ളികൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു നിയമം കോൺഗ്രസിന്റെ കാലത്തുണ്ടായി. അപ്പൊ നമ്മുടെ ബിഷപ്പാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ നിലയ്ക്ക് നെയ്യാറ്റിക്കര ബിഷപ്പും അങ്ങനെ കൊടുക്കേണ്ടി വന്നു. ഇത് ഇവിടെ പറയുമ്പോ ഒരു ജാതിപരമായ സ്പർദ്ധയുടെ കാര്യമല്ല ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ മീൻ പിടിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുമായിരുന്നതിന്റെ ഒരു പങ്കാണ് നെയ്യാറ്റിക്കര ബിഷപ്പ് കൊടുത്ത കത്തടിസ്ഥാനത്തിൽ പോയത്. അങ്ങനെ നമുക്ക് കിട്ടേണ്ട വിഹിതത്തിൽ കുറവ് സംഭവിച്ചു. മറ്റതിനു വേണ്ടിയിട്ട് നമ്മുടെ സംഘടനകളെല്ലാം ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭരണം കൂട്ടണമെന്ന്. പക്ഷെ അതിന്റെ നിയമപരമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. കണ്ട, ഇത് എനിക്ക് പോലും അത്ര തിരിയത്തില്ല. സ്റ്റാൻലി ഉള്ളതുകൊണ്ട് ഉത്തരം മുട്ടിയില്ല, ഉത്തരവായി. പക്ഷെ പ്രശ്നം ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അടുത്ത ആഴ്ച മുതൽ ഞാൻ തൊഴിൽ നൽകുന്നതിനുള്ള ഒരു പരിപാടിയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ പോയി. ലോകത്ത് കോടാനുകോടി തൊഴിലുകൾ ഉണ്ടല്ലോ, ഓരോ വർഷവും ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയിലും ഉണ്ടാവുന്നുണ്ട്, ലോകത്തും ഉണ്ടാവുന്നുണ്ട്. അതിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നോക്കിയിട്ട് പറ്റുന്ന തൊഴിലുകൾ എന്തെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചെറിയൊരു കോഴ്സ് പഠിക്കേണ്ടി വരും. ചിലപ്പോ കമ്പ്യൂട്ടറിന്റെ ഒരു പ്രോഗ്രാം പഠിക്കലായിരിക്കും, ചിലപ്പോ ഒരു മെഷീൻ ഉപയോഗിക്കാൻ കാര്യം പഠിക്കലായിരിക്കും. സൗജന്യമായിട്ട് തയ്യാറുണ്ടോ കുട്ടികള്? സർക്കാർ എല്ലാ ചെലവും വെച്ചിട്ടൊന്ന് പഠിച്ചാൽ മതി, ജോലി മേടിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു പരിപാടി 2 ദിവസം കഴിഞ്ഞ പത്രത്തിലുണ്ടാവും. ഞാനത് നേതൃത്വം കൊടുക്കാൻ പോയാണ്. അതിന്റെ ഒരു മീറ്റിങ്ങിനാണ് ഈ തിരക്ക് പിടിച്ച് പോണത്. അപ്പൊ നോക്കിക്കേ, ഇത് മത്സ്യത്തൊഴിലാളി കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ഏത് വിദ്യാർത്ഥിക്കും ചേരാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവസാന വർഷം, 3-ാം വർഷം എത്തിയ അവസാന വർഷമായി ബികോമിന് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ വലിയ കണക്കെടുത്ത് കമ്പനികളൊക്കെ ഉണ്ട്. അവരുടെ ചോദിക്കും, അടുത്ത വർഷം നിങ്ങൾ എത്ര പേരെ എടുക്കും? 10,000 പേരെ. ഏൺസ്റ്റ് ആൻഡ് യങ്. നിങ്ങൾ ആ കുട്ടികൾ എന്ത് പ്രോഗ്രാം പഠിക്കണം? ഇന്ന പ്രോഗ്രാം പഠിക്കണം. ശരി, ഞങ്ങൾ ആ പ്രോഗ്രാം പഠിപ്പിക്കാം, നിങ്ങൾ അവരെ ഒന്ന് പരിശോധിച്ച് പറ്റുമെങ്കിൽ എടുക്കൂ. അവരുണ്ടാക്കണ കോഴ്സ് നമ്മൾ കുട്ടികളോട് പറയും, നിങ്ങൾ പഠിക്കുന്നോ, നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മുടെ കോളേജുകളിലെല്ലാം എങ്ങനെ പഠിക്കണേ? പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി മെന്റർമാരെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും. മെന്റർമാരെന്ന് പറഞ്ഞ ആളുകൾ ഈ പണിക്ക്, ഈ പഠിത്തത്തിന് മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ ഫ്രീ ആണ്. സർക്കാർ തന്നെ സഹായം കൊടുക്കും. പട്ടികജാതിക്കാർക്കുണ്ട്, ഭിന്നശേഷിക്കാർക്കുണ്ട്. ഇങ്ങനെ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേകം സ്കീമുകളുണ്ട്. ഞാനൊരു കഥ കൂടി പറയാം. ഞാൻ ജോയ് സെബാസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഈ പ്രതിഭാ തീരത്തിലെ മെന്റർമാരായിട്ട് ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികൾ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കണ്ടേ? 3-4 വർഷമൊക്കെ ഒരു പൈസയില്ല, വൈകുന്നേരം വന്ന് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുട്ടികളെ സഹായിച്ചുകൊണ്ട് പോണവരാ. അപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, പ്രതിഭാ തീരം ഫൗണ്ടേഷൻ. ഒരു ലൈബ്രറിയുടെ മുകളിലത്തെ നല്ല ഡ്രസ് ഇട്ടിട്ട് അവിടെ കമ്പ്യൂട്ടർ വെച്ച് പഠിപ്പിക്കണത്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളത്തും ഇൻഫോ പാർക്കിലൊക്കെ ഇങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളി കുട്ടികളാണ്. നിങ്ങൾ എടുക്കുവോ? നിങ്ങൾക്ക് വേണ്ടത് അവരെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. അവിടെ ഇരുത്തി പഠിപ്പിക്കുമെന്ന് 113 പേർക്ക് ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും തൂപ്പുപണിയോ കാര്യങ്ങളോ അല്ല, നല്ല വരുമാനം കിട്ടുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അത് കണ്ടപ്പോഴാണ് തോന്നിയത്, നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ചെയ്തുകൂടെ?
അത് ചെയ്യാൻ പോയാണ്. അപ്പോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യം, അതെ, എന്തായാലും ഇത്രയും നമ്മൾ ഈ സംഘടിപ്പിച്ചത് മത്സ്യമേഖലയിലുള്ള വിഷയങ്ങളും ഒത്തിരി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ വന്ന ചോദ്യത്തിൽ വരികയാണ്. അടിസ്ഥാനപരമായിട്ട് മത്സ്യത്തൊഴിലാളി എന്ന് വെച്ചാൽ ഫിഷർ മുക്കുക, LC മുക്കുക എന്നാണ് ഞങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്നത്. LC മുക്കുക, ഈ LC മുക്കുവയ്ക്കാണ് 4% സംവരണം അന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മുക്കുക പോയി. ഈ കേരളത്തില് ലക്ഷക്കണക്കിന് LC ലത്തീൻ കത്തോലിക്കുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഈ മുക്കുവരുടെ ഇപ്പൊ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ മുക്കുവ സമൂഹത്തിന് മാത്രം തന്നുകൊണ്ടിരുന്ന സംവരണം ഞങ്ങൾക്ക് തിരികെ കിട്ടണമെന്നാണ്. ഈ 4% ഞങ്ങൾ ഈ സർക്കാർ പ്രത്യേകമായി ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞങ്ങളുടേത് കവർന്നെടുക്കാനല്ല, ഞങ്ങൾക്ക് 4-ൻ്റെത് വീണ്ടും 2 കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരങ്ങളുടെ മക്കളെ എല്ലാം ഈ നമ്മുടെ ഈ താഴെ കിടക്കുന്നത് മുന്നോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഉള്ളത് ഇല്ലാതാക്കി കൊണ്ടുപോയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് വിലയിരുത്തി ഈ മുക്കുവ സമുദായത്തിനുള്ളത് മുക്കുവ സമൂഹത്തിന് നിലനിർത്തി കൊടുക്കണം. അല്ലെ മേളിലുള്ളവരെ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ പിള്ളേർ എങ്ങനെ വരും, എവിടെ കൊണ്ടെത്തും? അതൊന്ന്. രണ്ടാമതാണെങ്കിൽ ഈ നിബന്ധനകളെല്ലാം മത്സ്യത്തൊഴിലാളി മാത്രമാണ്. ഈ കട്ടമരത്തിൽ പണിക്ക് വന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ വിഴിഞ്ഞം വിഷയം പറയാം. ഒരു വിഷയം അവിടെ ഹാർബറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കട്ടമര തൊഴിലാളികളെല്ലാം ഒഴിപ്പിച്ചു പണി നടത്തുന്നത്. അവിടെ പണ്ട് തൊഴിഞ്ഞു പോകുന്നവർക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുന്നതിന്റെ പേരിൽ ഈ 50ഓളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഈ പാക്കേജിൽ നിന്ന് കൊടുക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ത് കാരണമാണ്? സൈക്കിൾ ഓടിക്കുന്നവർക്ക് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ? സർക്കാർ നിർബന്ധമാണോ? അതുപോലെയാണല്ലോ ഈ കൈത്തൊഴിൽ. അത് പ്രത്യേകമായിട്ട് ഈ ഒരു വിഷയവും ഞങ്ങളുടെ സംവരണ വിഷയവും ഞങ്ങൾ ഇപ്പോഴും എന്റെ ബുക്കിലുണ്ട്, SLC ബുക്കിൽ മുക്കുക, മത്സ്യത്തൊഴിലാളി മുക്കുക എന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ അത് മാറ്റിക്കളഞ്ഞു, LC ആക്കി. അത് വീണ്ടും ഈ സമൂഹത്തിന് വീണ്ടും വരണമെങ്കിൽ അത് ഒന്നുകൂടെ ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടി ഭരിക്കുന്ന പാർട്ടി വീണ്ടും പുനഃപരിശോധിക്കുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഇതിനോട് നമ്മുടെ സ്റ്റാൻലി സാർ സംസാരിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കും പറയാനില്ല. പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് പറയാനുള്ളതേ, സർക്കാർ ജോലിയിലല്ലേ സംവരണം. ഞാനീ പറഞ്ഞ പരിപാടിയില്ലേ എത്ര പേരുണ്ട് പഠിച്ച കുട്ടികള് ജോലിക്ക് വേണ്ടി സ്കിൽ ട്രെയിനിങ്ങിന് സൗജന്യമായിട്ട് പഠിപ്പിക്കുക, എല്ലാം സഹായം ചെയ്യുക, ജോലി മേടിച്ചു കൊടുക്കും. നമ്മൾ SLC പാസ്സാവില്ല, IT പാസ്സാവണം, അല്ലെങ്കിൽ പോളി പാസ്സാവണം, അങ്ങനെയുള്ള കുട്ടികൾക്കാ. അപ്പൊ ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. നമ്മുടെ LC മുക്കുക എന്നുള്ളതിന്റെ കാര്യത്തെക്കുറിച്ച് സ്റ്റാൻലി സാബ് പറഞ്ഞ പോലെ അത് പുനഃപരിശോധിക്കാനുള്ള മുൻകൈയൊക്കെ നമുക്ക് എടുക്കാം. ഓൾ റൈറ്റ്. നമ്മളെ ഈ വിഴിഞ്ഞം പാക്കേജ് അടുമ്പലത്തോടുള്ള മത്സ്യത്തൊഴിലാളികൾ കൊടുത്തു. പക്ഷെ അതിനുശേഷം ഇത് കരിങ്കുളം പഞ്ചായത്ത് മുതൽ പൊഴിയൂർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഇപ്പൊ കടലിൽ പോയാൽ മത്സ്യം കിട്ടുന്നില്ല, കരിമണ വളർത്താൻ മീൻ കിട്ടുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടാണ് അവരെല്ലാവരും. അപ്പൊ ആ പാക്കേജ് നമുക്ക് പൊഴിയൂർ വരെ മത്സ്യത്തൊഴിലാളി കൊടുക്കാനുള്ള ഒരു സംവിധാനം പാർട്ടി ഇടപെട്ട് നടപ്പാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. പക്ഷെ എന്തിനാ പാക്കേജ്? അവിടെ ഹാർബർ വരുന്നതിന്റെ ഫലമായിട്ട് തീരശോഷണവും ഹാർബർ മേഖലയിൽ ജോലി പോകുന്നതിനല്ലേ. തെക്കോട്ട് അതിന്റെ ഫലമായിട്ട് പ്രത്യാഘാതം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിലപാട്. അല്ല സഖാവേ, ഇപ്പൊ നമുക്ക് മത്സ്യബന്ധനം പോകാൻ പറ്റില്ല. ഇപ്പൊ കപ്പലിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിലിവിടം വരെ ഈ അറ്റം വരെ കിടപ്പുണ്ട്. ഇതിലെ പണിക്ക് പോകാൻ പറ്റുന്നില്ല. നമുക്ക് വള്ളം ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ കപ്പൽ വന്ന് വലകളെല്ലാം നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ വലകൾ ആൾക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പണിക്ക് പോകാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മത്സ്യം ഇപ്പൊ ഇങ്ങോട്ട് കരയിലോട്ട് വരുന്നില്ല, ഉള്ളിലോട്ടാണ് പോണത്. അപ്പോൾ ഇവരെന്നും പട്ടിണിയാണ്. അത് മാത്രമല്ല മണ്ണെണ്ണയ്ക്ക് ഭയങ്കര അറിയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം അപ്രത്യക്ഷമായി ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. നമ്മൾ സമരം ചെയ്ത സമരത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോ ഞങ്ങള് പ്രാദേശികമായിട്ട് SFIയിലും DYFIയിലും
പാർട്ടി എന്ന രീതിയിലും ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനം വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പാവങ്ങളുടെ പാർട്ടിയാണെന്ന് സഖാബ് ഇവിടെ സൂചിപ്പിച്ചു. അതിൽ 100% ശരിയെന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ പ്രാദേശികമായിട്ടും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അത് SFI എന്ന രീതിയിലും DYF എന്ന രീതിയിലും CPIM പാർട്ടി എന്ന രീതിയിലും. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമാകാതെ വരുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് ഈ ഒരു തലമുറയിൽ. അത് എന്താണെന്ന് ഞങ്ങൾ എത്ര ചിന്തിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ഏത് വിഷയങ്ങളിലും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അതിന് ഒരു മറുപടി കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ സഖാവ് ഞങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു പുതിയ അറിവായിരിക്കും. പല കാരണമുണ്ട് കേട്ടോ. പാവങ്ങളുടെ പാർട്ടിയാണെങ്കിലും ഞാനൊരു നേതാവല്ലേ, ചിലപ്പോൾ ഞാൻ മറന്നുപോകും പാവങ്ങളുടെ പാർട്ടിയുടെ നേതാവാണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ പെരുമാറിക്കഴിയുമ്പോൾ നാട്ടുകാർക്ക് ദേഷ്യം വരില്ലേ? അങ്ങനെയുണ്ട്. ഓ, അയാളുടെ നടപ്പില്ല, എന്തൊരു പത്രാസ് ഒന്ന് ചിരിച്ചിട്ട് തിരിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുണ്ട് ചില പ്രശ്നങ്ങൾ. രണ്ടാമത്തത്, നമ്മുടെ നാട്ടില് പാവങ്ങളിൽ പോകാൻ സ്വല്പം പണക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ നമ്മുടെ കഴിവുണ്ട് കേട്ടോ. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് ജോലി സംവരണം കൊടുക്കുന്നു, അവർക്ക് എല്ലാ സഹായം ചെയ്യുന്നു. അപ്പൊ കുറച്ചു പേര്, കുറച്ചൊന്നും അല്ല, ഒരു സെറ്റ് ആളുകൾ പണ്ടത്തെ പോലെയല്ല, നന്നായിട്ടുണ്ട്. അങ്ങനെ നന്നായി കഴിയുമ്പോൾ പാവങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല കമ്മിറ്റിയിലും സമിതിയിലും ഒക്കെ ആവുന്നതാണെന്നൊരു തോന്നൽ വരെയാണ്. അകന്നു പോയിരുന്നു. ഇപ്പൊ ഇയാളുടെ അപ്പനും അമ്മയ്ക്കും 1600 രൂപ കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേ, വീട്ടിലെ അപ്പനും അമ്മയ്ക്കും 1600 രൂപ പെൻഷൻ കിട്ടിയ ரொம்ப ഹാപ്പി. തനിക്കത് പോരാ. തനിക്കെന്താ വേണ്ടേ? ഈ പഠിത്തം കഴിഞ്ഞാൽ നല്ല ഉദ്യോഗം കിട്ടണമെന്നുള്ളതാണ്. പെൻഷൻ കൊടുക്കാൻ പരിപാടിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ പുതിയ തലമുറക്ക് വേണ്ടുന്ന നല്ല ഉദ്യോഗങ്ങളും ഗൗരവം ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. ഇപ്പൊ അതിന് പരിപാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ ചെയ്യുന്നത് എന്താ? നമ്മുടെ പോരായ്മകള്, ദൗർബല്യങ്ങള്. ഞങ്ങൾ നേതാക്കന്മാര് മോശമായിട്ട് ജനങ്ങളോട് പെരുമാറുന്നുണ്ടോ? അങ്ങനെ തിരുത്തണം. ജനങ്ങൾ വല്ല വിമർശനം കൊടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ? അത് തിരുത്തണം. ജനങ്ങൾക്ക് നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എങ്ങനെ മാറ്റാം? ഇതൊക്കെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യണേ. അങ്ങനെ തെറ്റുകളൊക്കെ തിരുത്തി നമ്മൾ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നമ്മൾ മുന്നോട്ട് പോകും.